ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് പോളയാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 4 കോഴിമുട്ട, ഈ ഒരു സൈസിലുള്ള 2 ക്യാരറ്റും, ഒരു മീഡിയം സൈസ് ബൗളെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ 4 കോഴിമുട്ടയും പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നമുക്കതിനേക്ക് ആവശ്യത്തിനുള്ള മധുരം, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലൊരു കയ്യിലാണ് ഇട്ട് കൊടുക്കുന്നത്, നിങ്ങളെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് പാല് വേണം, ഒരു 2 ടേബിൾ സ്പൂണോളം പാല്. എന്നിട്ട് ഈ പാലും കോഴിമുട്ടയും പഞ്ചസാരയും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മിക്സ് ആക്കാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മുട്ടൻ്റെ ഈ ഒരു മണമൊന്നും ചിലർക്ക് പറ്റില്ല. അപ്പോൾ നമുക്ക് കയ്യിലേക്ക് 3 ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അത് നമുക്ക് മാറ്റി വെക്കാം മിക്സ് ചെയ്തത്. പിന്നെ നമുക്ക് എടുത്തു വെച്ച ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. 2 ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് നമ്മൾ അതും മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയാണിത്. നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഉണ്ടാക്കുന്ന പാനും സ്റ്റൗമിലേക്ക് വെക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിൽമ നെയ്യാണ് എടുത്തത്. നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് തന്നെ പഞ്ചസാരയും മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. ഒപ്പരം തന്നെ ഇടുക. എന്നതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ആ മധുരമൊക്കെ ക്യാരറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പഞ്ചസാരയൊക്കെ ഒന്ന് ക്യാരറ്റിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നിട്ട് നല്ലോണം ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ടു ലോയിൽ ഫ്ലെയിം നമുക്ക് വെക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ നോക്കണം. ഒന്നും കൂടി അടച്ച് വെച്ച് വേവിക്കുക. ഈ ക്വാണ്ടിറ്റി ഒന്ന് കുറഞ്ഞു വരും നല്ലോണം വെന്ത് കഴിയുമ്പോൾ. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നല്ലോണം കുക്കായിട്ടുണ്ട്. ഇപ്പോൾ ആ ക്യാരറ്റിൻ്റെ ചൊവയൊക്കെ മാറിയിട്ടുണ്ടാകും. നമുക്കിത് ആ എഗ്ഗിൻ്റെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ചൂടോടെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു സ്പൂണോ ഫോർക്കോ വെച്ച് നല്ലോണം ഒന്ന് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കണം. അടിയിൽ കട്ടൊന്നും കുത്തിയിട്ടില്ല ഉറപ്പ് വരുത്താൻ. നല്ലോണം എല്ലാ ഭാഗത്തേക്കും ആയിട്ട് മിക്സ് ചെയ്യുക. ചൂടോടെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് നല്ലോണം മിക്സ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടാണ് ഒരു മീഡിയം സൈസ് ബൗൾ എടുക്കാൻ പറഞ്ഞത്, ഇതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കത് മാറ്റി വെക്കാം. സെയിം പാൻ തന്നെ നമുക്ക് വെച്ചിട്ട് അതിലേക്കൊരു സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് മുന്തിരി ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ മുന്തിരി വേഗം കറുത്തു പോകും. അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇടാൻ നോക്കുക. ഞാൻ അത്യാവശ്യം കൂടുതലായി പോയിട്ടത്, അപ്പോൾ എൻ്റേത് കുറച്ചൊന്ന് ഡാർക്ക് കളറായി പോയിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. നമുക്കതൊരു ഗോൾഡൻ കളറാകുമ്പോൾ അത് മാറ്റി വെക്കാം ഒരു പ്ലേറ്റിലേക്ക്. എന്നിട്ട് നമുക്ക് ഈ സെയിം പാനിൽ തന്നെ നമുക്ക് ഈ നെയ്യൊന്നും കളയാതെ ഇതിലേക്ക് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ക്യാരറ്റിൻ്റെ. എന്നിട്ട് ഏറ്റവും ലോ ആയിട്ടുള്ള സ്റ്റവിലേക്ക് ഈ പാൻ നമുക്ക് മാറ്റി വെച്ച് കൊടുക്കണം. ഏറ്റവും ലോയിൽ തന്നെ ഫ്ലെയിം ഇടുകയും ചെയ്യുക. ഇനി അടച്ച് വെച്ചൊന്ന് വേവിക്കുക. ഒന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ, ഒന്ന് ഉറച്ച് വരുമ്പോൾ നമുക്ക് ഈ റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയോ അതിൻ്റെ മുകളിൽ വെതറി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് താഴത്തേക്ക് പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് അടച്ചു വെച്ച് നല്ലോണം ഒന്ന് വേവിച്ച് എടുക്കുക. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ സൈഡൊക്കെ ഒന്ന് വിട്ട് വരും. ഫ്ലെയിം ഓഫ് ചെയ്യുക. നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ ക്യാരറ്റും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്താൽ നമുക്ക് കാണാനും പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.